കേസുകൾ പല രീതിയിൽ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് നമ്മൾ. ഇവിടെ രണ്ട് കേസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് മറുനാടൻ ഷാജൻ സ്കറിയയെക്കുറിച്ചും മറ്റൊന്ന് പ്രശസ്ത നടൻ വിനായകനെക്കുറിച്ചുമാണ്. ഈ രണ്ടു പേരെയും ഈ അടുത്ത കാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടായി. ഇവരുടെ അറസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ഫിലിപ്പ് പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ വാർത്ത യുദ്ധമാണ്. യുദ്ധത്തെക്കുറിച്ച് അറിയാവുന്ന താല്പര്യമാണ് നമുക്കുള്ളത്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ ശത്രുരാജ്യത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യം പിടിച്ചടക്കുന്നവരെക്കുറിച്ച്, അവരെ നശിപ്പിക്കേണ്ടതിനെക്കുറിച്ചുള്ള ചർച്ചകളും വാർത്തകളും യുദ്ധവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ വാർത്തകളില്ല എന്നുള്ളതാണ്. എന്നിട്ടും ചില വാർത്തകൾ നമ്മൾക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ വയ്യ. അതിലൊന്നാണ് ഇന്നലെ ഈ അടുത്ത ദിവസം നടന്ന നടൻ വിനായകൻ്റെ ബഹളങ്ങളും അതേ തുടർന്നുണ്ടായ അറസ്റ്റും. മറ്റൊന്ന്, അതിന് ഏതാനും ദിവസം മുമ്പ് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മറുനാടൻ്റെ എല്ലാമായ ഷാജൻ സ്കറിയയെ, അതായത് വസ്ത്രം പോലും ധരിപ്പിക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യം. ഈ രണ്ട് അറസ്റ്റിൻ്റെ സംഭവങ്ങളും ഈ യുദ്ധത്തിനിടയിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. ഈ രണ്ടു പേരും ആദ്യമായല്ല അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഷാജൻ സ്കറിയ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, സമൂഹത്തിലെ ദുഷിച്ച പ്രവണതകളെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ദുഷിച്ച പ്രവണതകളെ തുറന്നു കാണിക്കുന്നത് കൊണ്ട് ചിലർക്കുണ്ടാകുന്ന അസ്വാരസ്യങ്ങളുണ്ട്. ഇവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, ഇവനൊരു അവസരം കിട്ടിയാൽ തട്ടിക്കളയണം, അവസരം കിട്ടിയാൽ ഇവനെ മാനഹാനി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതിൽ ഭരണകൂടത്തിനുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്ന പോലീസുമുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ഈ വിനായകൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. വിനായകൻ നടനായി പ്രശസ്തി നേടിയ ശേഷം ഉണ്ടായ സംഭവങ്ങൾ, കുറേ പേരെ തെറി വിളിക്കുക, ഫ്ലാറ്റിൽ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുക, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ അടുത്ത രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഗോവയിൽ നടന്ന സംഭവം അറിയാം. ഗോവയിൽ നടന്ന് കണ്ട ഒരു നഗ്നത പ്രദർശിപ്പിക്കേണ്ടായിരിക്കുന്നത്, അതിനെക്കുറിച്ച് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഇപ്പോഴോ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പ്രമുഖമായ ഒരു ഹോട്ടലിൽ ഷൂട്ടിങ്ങിന് വന്നു എന്ന് പറഞ്ഞു. ഈ ഷൂട്ടിങ്ങിന് മുമ്പ് 12 മണിക്കാണ് ചെക്കൗട്ട് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ചെക്കിൻ വേണ്ടിയിട്ട് ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. യൂണിറ്റുള്ള പലരും ഒഴിഞ്ഞു പോയെങ്കിലും മദ്യപിച്ച് കിടന്നിരുന്ന വിനായകൻ മുറി ഒഴിയാൻ തയ്യാറായില്ല. മുറി ഒഴിയാൻ അപ്പോൾ ആ മുറിയിൽ കയറാൻ വേണ്ടി ഒരു വിദേശ വനിതയോ മറ്റോ ആരോ ആയിക്കോട്ടെ, അതിലത്തെ ഒരു കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതേക്കുറിച്ച് ഹോട്ടലിൻ്റെ ആൾക്കാർ പറഞ്ഞു. ചെന്നപ്പോഴും വിനായകന് ഒഴിഞ്ഞുകൂടാൻ പറ്റില്ല. പിന്നെ ബഹളമായി, പിന്നെ എന്തൊക്കെ, പിന്നെ ഒരു സ്റ്റൈലാണത്. അതായത് വിനായകൻ സ്റ്റൈൽ ഭാഷയിലുള്ള പ്രശ്നങ്ങളാണത്. അവസാനം പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു. പോലീസ് വന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, ദുർബലമായ വകുപ്പുകൾ ചുമത്തി ജാമ്യത്തിൽ വിട്ടു എന്നാണ് പറയുന്നത്. മറ്റിടത്ത് ഷാജൻ സ്കറിയയെക്കുറിച്ചാണ് പറഞ്ഞത്. ഷാജൻ സ്കറിയ അച്ഛനും അമ്മയുമായി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു രാജ്യദ്രോഹിയായ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ താമസിക്കുന്ന വളഞ്ഞുകൊണ്ട് വസ്ത്രം പോലും ധരിക്കാൻ സമയം കൊടുക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാലോചിക്കണം. എന്തിനാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട്, എന്താണ് വകുപ്പ് എന്ന് പോലും പറയാൻ കഴിഞ്ഞില്ല. ഇനി രാത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ എന്താ ചെയ്യേണ്ടത്? ജയിലിലടയ്ക്കുക വേണ്ടത്. ശരിക്കും അതും ചെയ്തില്ല. അപ്പോൾ ഇയാളെ പൂട്ടണം എന്നുള്ള ഇതിലെ കൊണ്ടുപോയി. പക്ഷേ ജാമ്യം കിട്ടില്ല എന്നാണ് ചില സ്വപ്ന ജീവികളൊക്കെ വിചാരിച്ചത്. അവിടെ നീതിന്യായം നടപ്പിലാക്കുന്ന ആ ജഡ്ജി ആൾക്ക് ജാമ്യം കൊടുത്തു. നാറിയോ? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു കേസ്? ഷാജൻ സ്കറിയ ഒരു രാജ്യദ്രോഹിയോ നോട്ടപ്പുള്ളിയോ അതുമാതിരിയുള്ള ഒരാളല്ല. എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാവുന്ന സംവിധാനം. അദ്ദേഹത്തിന് പല സ്ഥലത്തും വലിയൊരു സ്ഥാപനം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയെ, ഒരു രാജ്യദ്രോഹിയെ, അല്ലെ വലിയൊരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഡ്രസ്സ് പോലും ധരിക്കാതെ, ഷർട്ട് പോലും ധരിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ആരാണ് തീരുമാനിച്ചത്? ഇവിടെ വിനായകന് അങ്ങനെ സംഭവിച്ചില്ലല്ലോ. വിനായകൻ്റെ പ്രശ്നം പറയുമ്പോൾ എന്താ? വിനായകൻ്റെ പ്രശ്നം പറയുമ്പോൾ രാഷ്ട്രീയം ഇടപെടുന്നു അനുകൂലമായിക്കൊണ്ട്. ചലച്ചിത്ര നടനെന്നുള്ളൊരു എല്ലാവിധ ആനുകൂല്യങ്ങളും അയാൾക്ക് കിട്ടുന്നു.
യഥാർത്ഥത്തിൽ വിനയ അയാൾ നല്ല നടനാണ്, സംശയവുമില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തുടരെ അത് ഒരു ശിക്ഷ കിട്ടാതെ, ശകാരിക്കാൻ ആരുമില്ലാതെ, നീ ചെയ്ത് തെമ്മാടിത്തരമാണ് എന്ന് പറയാൻ ചങ്കൂറ്റമില്ലാത്തവരുള്ള കാലം വരെ വിനായകൻ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, അല്ലേ? അവിടെ നമ്മൾ ആലോചിച്ച് ഈ രണ്ട് പേർക്കും നേരെ നടന്ന നീതിയെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിച്ചത്. ഒരു മാധ്യമ പ്രവർത്തകരുടെ ജീവിതം അത്ര സുഖകരമൊന്നുമല്ല. കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ശത്രുക്കൾ ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഭരണകൂടത്തിന്. എഴുത്തുകാരായാലും പത്രമാധ്യമ പ്രവർത്തകരായാലും എന്നും പ്രതിപക്ഷത്തായിരിക്കണമെന്ന് ഒരു അലിഖിത നിയമം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആ പ്രതിപക്ഷത്ത് കോൺഗ്രസ് വരാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാം, BJP വരാം, ഏതോ പാർട്ടി വരാം. അത് ഇന്ന പാർട്ടി പ്രതിപക്ഷത്ത് വരുമ്പോൾ സഹായിക്കണമെന്നുള്ളതല്ല. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അവിടെ നീതി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. അതൊന്നുമില്ലാതെ അറസ്റ്റ് ഏത് കേസാണെന്ന് ആലോചിക്കണം. മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഏത് കേസാണ് നിലവിലുണ്ടായിട്ടുള്ളത്, അത് വിജയിച്ചിട്ടുള്ളത്? ഇവിടെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് വേണമെങ്കിൽ കുറേ മാസങ്ങളോളം നിങ്ങൾക്ക് ജയിലിലിടാം. അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇവിടെ മലയാളത്തിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ ജയിലിലുണ്ടായിരുന്നു ഇവിടെ. എന്തിനാ? പുസ്തകം കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ. പുസ്തകം വായിക്കാനുള്ളതാണ്. ഒരു പുസ്തകം വായിക്കണ്ട പേരിൽ 2 യുവാക്കളെ കോഴിക്കോട് നിന്ന് തുറുങ്കിലടച്ചെന്ന് നമുക്ക് ആലോചിക്കണം, അല്ലേ? അപ്പോൾ ഇയാളുടെ പേര്, വിനായകൻ്റെ കേസ് എന്താണ്? വിനായകനെയും 2 പേരെ ഇവരെല്ലാം വൈദ്യപരിശോധനയ്ക്ക് ചെയ്തു. ഈ വൈദ്യപരിശോധന റിസൾട്ട് ഇന്നവരാരൊന്നും പറയുന്നില്ല. എന്താണ് ലഹരി എന്തായിരുന്നു, ലഹരി കഴിച്ചിട്ട് ആ ലഹരി കഴിച്ച ലഹരി എന്തായിരുന്നു പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഞങ്ങളിത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളെ തെറി വിളിക്കുമെന്നും പൂർണ്ണ ബോധ്യമുണ്ട്. ആ തെറി വിളി കേട്ടാലും ഏതെങ്കിലും ഒരുത്തൻ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാവുകയില്ല. കാരണം ചലച്ചിത്ര നടനെന്നുള്ള ഒരു പങ്ക്, രാഷ്ട്രീയത്തിൻ്റെ പങ്ക്, ഇതെല്ലാം പിന്നെ മൂന്നാമതൊന്നുണ്ട്, അത് ഞങ്ങളോട് പറയുന്നില്ല. കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇല്ല എന്ന് പൂർണ്ണമായി ഞാൻ പറയാൻ ഒരുക്കവുമല്ല. അപ്പം അത്രയും വല്ല ആനുകൂല്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടാണ് വിനായകൻ രക്ഷപ്പെട്ടു പോകുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിന് ജാതി, മത, രാഷ്ട്രീയം, കല എന്നൊന്നുമില്ല. അവൻ ക്രിമിനൽ പക്ഷത്താണ്. ആരായാലും, ഞാനായാലും ക്രിമിനൽ പക്ഷത്താണ്. ആ രീതിയിലാണ് ശിക്ഷിക്കേണ്ടത്, അറസ്റ്റ് ചെയ്യേണ്ടത്. അത് കാണില്ലെങ്കിൽ നമ്മൾ ആലോചിക്കും, നമ്മുടെ നിയമത്തിന് തുരുമ്പ് പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിയമത്തിന് പക്ഷപാതമുണ്ടായിരിക്കുന്നു, നിയമത്തിന് രാഷ്ട്രീയവും ജാതിയും ഉണ്ടായിരിക്കുന്നു. ഇപ്പം ഷാജൻ സ്കറിയെക്കുറിച്ച് ആരോപിക്കുക എന്താ? ഷാജൻ സ്കറിയെ BJP കാരനാണെന്നുള്ളൊരു മേലങ്കിയും ചുമത്തി കൊടുത്തിട്ടുണ്ട്. BJP കാരനാണെങ്കിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും ഷാജൻ സ്കറി കിട്ടേണ്ടതല്ലേ? വിനായകനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള മേലങ്കിയും അണിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു LDF ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് വിനായകന് നീതി കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാ ചോദിക്കും, എല്ലാവർക്കും ഇങ്ങനെ നീതി കിട്ടുന്നുണ്ടോ? നീതി കിട്ടാൻ ഒരു ഭാഗ്യം വേണം. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ചില കാരണങ്ങൾ പറയുമ്പോൾ ചിലർക്ക് വികാരം വരും, ചിലർ അങ്ങനെ വെക്കും. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആര് ചെയ്താലും മാധ്യമ പ്രവർത്തകൻ ഒരു 4ാമത്തെ തൂണാണ് എന്ന് അഭിമാനത്തോടെ എല്ലാവരും പറയുന്നുണ്ട്. ആ തൂണ് തന്നെയാണ്. ആ തൂണ് ഇല്ലാതാക്കാൻ ഒരു ഭരണാധികാരി വിചാരിച്ചാലും കഴിയില്ല എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്.